നമുക്ക് ആദ്യം തന്നെ ഈ 25ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മളുടെ പാവർട്ടി അക്ഷയ കേന്ദ്രത്തിൻ്റെ ഈ സ്ഥാപനത്തിൽ എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അക്ഷയ സെൻറ്ററുമായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ 2 ടേമായിട്ട് ഇപ്പം നമ്മളിവിടെ പറഞ്ഞില്ലേ, 2 ടേമായിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്കിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, അതിൽ 2 പ്രാവശ്യമായിട്ട് ഞാനിവിടെ പഠിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ബന്ധമുള്ളൊരു സ്ഥാപനമാണ്. ആ ഒരു സ്ഥാപനത്തിൽ ഇന്നിവിടെ ഒരു മുഖ്യ അതിഥിയായിട്ട് വരാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് കാലം ഇതിൻ്റെ ബ്രാഞ്ചുകളും അല്ലേ എല്ലായിടത്തേക്കും എത്തി നമ്മൾ ലോകമറിയുന്ന ഒരു നല്ലൊരു സ്ഥാപനമായി തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. 1999 മെയ് 26 ഓറിയോണിൻ്റെ ബിൽഡിങ്ങിൽ സ്ഥാപിതമായ IRSൻ്റെ ഫ്രാഞ്ചൈസിയായി തുടങ്ങിയ ഈ കമ്പ്യൂട്ടർ സെൻറ്റർ 25ാമത്തെ വർഷത്തിലെത്തി നിൽക്കുമ്പോൾ എനിക്ക് അതിയായ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. കാരണം എൻ്റെ വാർഡിൽ നിലനിൽക്കുന്ന ഈ അക്ഷയ കേന്ദ്രം ഇത്രയധികം വർഷങ്ങൾ നീണ്ടു നിന്നു. ഇവിടുത്തെ ഏകദേശം 50,000-ഓളം അല്ലെങ്കിൽ 1,00,000 വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പഠിപ്പിച്ചിറക്കി അവർക്ക് തൊഴിൽ മേഖലകളിൽ വേണ്ടതായ പ്രാവീണ്യം കൊടുത്തുകൊണ്ട് അവരെ വ്യത്യസ്ത മേഖലകളിലേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. സോണി സാറെക്കുറിച്ചും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളെക്കുറിച്ചും ഇവിടുത്തെ വിദ്യാർത്ഥികളെക്കുറിച്ചും അതിലതിയായ സന്തോഷമുണ്ട്. 25 വർഷത്തിലെത്തി നിൽക്കുമ്പോൾ വളരെയധികം അഭിമാനവും അതിലേറെ സന്തോഷമുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. 21ാമത്തെ വയസ്സിൽ ഒരു ആവേശം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ഫാമിലി മൊത്തത്തിൽ അധ്യാപക കുടുംബമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അധ്യാപക മേഖലയിലേക്ക് പോകാനാണ് എൻ്റെ വീട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു പ്രഷർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണം എന്ന് പറയുന്ന ഒരല്പം സാഹസം കലർന്ന ശ്രമത്തിന് ഉദ്യമിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാർ അതിനെ നിരുത്സാഹപ്പെടുത്തി. പിന്നെ എൻ്റെ ഒരാവേശം ഒരു തീരുമാനമാണെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ പേരൻസ് അപ്പച്ചനും അമ്മച്ചിയും അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവർ ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ചിരുന്ന അവരുടെ പെൻഷൻ ഫണ്ട് മൂലധനമാക്കിയിട്ടാണ് ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് 21ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ സ്ഥാപനം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ആ പൈസ തരാനായിട്ട് അവർ കാണിച്ച ഒരു ധൈര്യം തന്നെയാണ് 25 വർഷക്കാലമുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഊർജം. അതോടൊപ്പം തന്നെ എൻ്റെ ബ്രദേഴ്സ് 3 പേരുണ്ട്. അവരും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ഈ സ്ഥാപനവുമായിട്ട് പലപ്പോഴായിട്ട് സഹകരിച്ചിട്ടുമുണ്ട്. ആദ്യം IRSൻ്റെ ഫ്രാഞ്ചൈസി ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ തുടർന്ന് നമ്മൾ അക്ഷയ എന്ന പ്രസ്ഥാനം കേരളത്തിൽ അലയടിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സർവീസ് സെക്ടറിലേക്ക് കടന്നുപോയി. അതിനെ തുടർന്ന് നമ്മളൊരു തൊഴിൽ പരിശീലനം, അതായത് പരിശീലനം മാത്രം പോരാ,
ഒരു തൊഴിൽ കൂടി കൊടുക്കണം എന്ന് പറയുന്ന ആശയത്തിലെത്തിയപ്പോഴാണ് നമ്മൾ സ്കിൽ സെൻറ്റർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉദയം. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ജോലിയിലേക്ക് കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് പേർക്ക് പഠിക്കാനുള്ള അവസരം ഒരുക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ PSC സെൻറ്റർ എന്ന് പറയുന്ന ആശയം. അങ്ങനെ വ്യത്യസ്ത മേഖലകളിലായിട്ട് നമ്മുടെ സ്ഥാപനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 25 വർഷത്തുള്ള യാത്രയിൽ വളരെ സുഗമമായിരുന്നില്ല യാത്ര എന്നുള്ളത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം. ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ പലപ്പോഴും കിടപ്പുകളുണ്ടായിട്ടുണ്ട്. ഈ കിടപ്പുകളുള്ള സമയത്തൊക്കെ നമ്മുടെ സ്ഥാപനത്തെ കൈപിടിച്ച് പൊന്തിച്ച് കൊണ്ടുപോയിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ സഹപ്രവർത്തകരാണ്. അതിൽ എടുത്തു പറയേണ്ട 2 പേരുകൾ എല്ലാവരും എടുത്തു പറയേണ്ടത് തന്നെയാണ്, പക്ഷെ അത് വളരെ വലിയ നിരയായതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല. ഞാൻ സ്ഥാപനത്തിലുള്ളതേക്കാൾ കൂടുതൽ സ്ഥാപനത്തിൽ ചെലവഴിച്ചിട്ടുള്ള ജൻ ടീച്ചർ, അത് എടുത്തു പറയാതെ വയ്യ. കാരണം സ്ഥാപനത്തിൻ്റെ പല സമയങ്ങളിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒപ്പം നിന്നുള്ള ജൻ ടീച്ചറാണ്. അതുപോലെ തന്നെ അക്ഷയ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ സർവീസ് സെക്ടറിൽ പ്രവർത്തിച്ചിട്ടുള്ള സിയ. ഒരു പക്ഷേ അക്ഷയയിൽ എന്നേക്കാൾ കൂടുതൽ ആൾക്കാർ അറിയുക സിയനെ ആയിരിക്കും, കാരണം സിയ എപ്പോഴും അവിടെ നിറസാന്നിധ്യമാണ്. അപ്പോൾ ബാക്കിയുള്ള അതുപോലെ തന്നെ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള സ്റ്റാഫ് അങ്ങനെ കുറേ പേരുണ്ട്. എന്തായാലും അവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിൻ്റെ ഒരു കരുത്ത്. എല്ലാത്തിലും ഉപരി ഇതിൽ സാധ്യമാക്കിയ സർവേശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു 22 വർഷം മുന്നേ നിങ്ങളെ പോലെയൊക്കെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നൊരു സമയത്താണ് ഞാനിവിടെ സ്റ്റാഫായിട്ട് ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നത്. അങ്ങനെ ഞാൻ മുന്നേ ഡിഗ്രി പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പരിചയത്തിലാണ് ഇവിടെ ജോലിക്ക് അന്വേഷിച്ചത്. അപ്പോൾ സോണി സാറിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വന്നു. സോണി സാറ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഓക്കെ, ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 മാസം ഞാൻ ട്രെയിനിയായിട്ട് നിന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റാഫായിട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ പോലെ അടിച്ചു പൊളിക്കുന്ന ഒരു സമയത്ത് ഇവിടെ ജോലിക്ക് വരുമ്പോൾ അറിയാമല്ലോ, കുറച്ച് പേടിയുണ്ട്, എങ്ങനെ വർക്ക് ചെയ്യും, ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നു വന്ന് ഇവിടെ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ഥാപനം എന്നുള്ള രീതിയിലല്ല, ഞാൻ സ്വന്തം കുടുംബമായിട്ടാണ് ഇത് ആസ്വദിച്ചിരിക്കുന്നത് ഇത്രയും വർഷം. അപ്പോൾ എനിക്ക് ജോലി ചെയ്യാന്നുള്ളൊരു ഫീല് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 22 വർഷം ഇവിടെ ഒരു മടുപ്പും കൂടാതെ ആസ്വദിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഒരുപാട് പ്രൊജക്റ്റുകൾക്ക് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ സഹപ്രവർത്തകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരെയും കൂട്ടി ഇണക്കി ഒരുമിച്ച് പ്രവർത്തിക്കാനും നമുക്ക് ആവശ്യമായ സപ്പോർട്ട് തരാനും പ്രോത്സാഹനം തരാനും ഒക്കെ താങ്ങും തണലായി നിന്നിട്ടുള്ളത് സോണി സാർ തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ ക്ഷണിക്കപ്പെട്ട അതിഥിയായി വന്നത് JSSൻ്റെ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ഓഫീസർ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം പറയാൻ IRSൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള ലെവലിലാണ്. JSSൻ്റെ കോഴ്സ് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ IRSുമായിട്ട് കോർഡിനേറ്റ് ചെയ്തത്. ഒരു കമ്പ്യൂട്ടർ കോഴ്സാണ് ഇവിടെ ചെയ്തത്. അത് വളരെ ഭംഗിയായി തന്നെ IRS, സത്യം പറയുകയാണെങ്കിൽ ഞാൻ പല ഫീൽഡുകളിലും പോയിട്ട് എനിക്ക് പലപ്പോഴും എനിക്ക് ഒരുപാട് കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. JSSൻ്റെ കോഴ്സ് പലയിടത്തും കുട്ടികളില്ല, അല്ലെങ്കിൽ ടീച്ചറുടെ പ്രശ്നം, മറ്റുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നങ്ങളില്ലാതെ ഒരു ക്ലാസ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന IRSുമായിട്ടായിരുന്നു. കാരണം ഏറ്റവും സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ ഒരു കോഴ്സ് ഏൽപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് IRS. അപ്പോൾ അത് വളരെ ഭംഗിയായി തന്നെ IRSൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ കുട്ടികളെല്ലാവരും തന്നെ എക്സാം എഴുതി അവരുടെ സർട്ടിഫിക്കറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും. അതിൻ്റെ ഒരു കോൺവെക്കേഷൻ സെറിമണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് JSS നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ട് ഈ 25ാം വാർഷികത്തിൽ പറയാനുള്ളത്, IRS ഇനി സിൽവർ ജൂബിലിയും ഗോൾഡൻ ജൂബിലിയും പ്ലാറ്റിനം ജൂബിലിയും ഒക്കെ ആയി ഒരുപാട് കാലം ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ. സോണി സാറാണ് അതിൻ്റെ എല്ലാ ഒരു ബേസിക് ഫൗണ്ടേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഓരോ കുട്ടികൾക്കും IRSൽ വന്ന് പഠിക്കാം. കാരണം നമുക്ക് ഒരുവിധമൊക്കെ പ്ലേസ്മെൻറ്റോട് കൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടെന്നുള്ളത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരുടെയും ആശംസകളും പ്രാർത്ഥനകളൊക്കെ കൂടി ഉണ്ടാവട്ടെ IRSന്. അതോടൊപ്പം തന്നെ JSSൻ്റെ പേരിലും എൻ്റെ പേരിലും IRSന് ആശംസകളും പ്രാർത്ഥനകളോടും കൂടി നിർത്തുകയാണ്. ഫസ്റ്റ് ടൈം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് മിലനാണ്. ആ ടൈം എനിക്ക് ഏകദേശം ഉണ്ടായത് 1200 സംതിങ് ഫോളോവേഴ്സ് ആയിട്ടായിരുന്നു. ഇവിടുത്തെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അതായത് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുത്തിൽ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അത് സ്കിൽ സെൻറ്ററിൽ വെച്ചിട്ടാണ്. അതിനുശേഷം എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ആ പിടിച്ചതാണ് ഇപ്പം ഈ കാണുന്ന 56Kയിൽ ഞാനിപ്പം നിൽക്കുന്നത്.
എൻ്റെ പേജും സ്ലീപ് സെന്ററും അസോസിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഗിവ് കണ്ടക്ട് ചെയ്യുന്നത്. iPhone 15 Pro. मुदाकरात्मोदकं सदा विमुक्तिसाधकं कलाधरावतंसकं विलासिलोकरक्षकम् अनायकैकनायकं विनाशिदेभदैत्यकम् नताशुभाशुनाशकं नमामि तं विनायकम्. ॐ सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. शिवदं निरयुं प्रणवं चिन्मयरूपं തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ വാർമുടി പിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ വാർമുടി പിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ മോഹമുടൻ പൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം മോഹമുടൻ പൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം ദേവി സവിധം നിറയുകയായി ദേവി സവിധം നിറയുകയായി പ്രണയസ്വരൂപൻ ദേവൻ മോഹമുടൻ കൊടുപാടിടുമീണം വേണികളാടിടുമീരടി താളം ദേവി സവിധം നിറയുകയായി പ്രണയസ്വരൂപൻ ദേവൻ ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളഭം വെയിൽ തൂകി ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളഭം വെയിൽ തൂകി സുന്ദരി മാരണി ചേരുകയായി സുന്ദരി മാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളഭം വെയിൽ തൂകി സുന്ദരി മാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ ശിവദം നിറയും പ്രണവം ചിന്മയരൂപം തൊഴുതു വണങ്ങി തിരുവാതിരരാവിതിൽ ദേവഹിതം ദേവിമുഖം തെളിയും വെൺചന്ദ്രൻ പോൽ ആതിരയായി പാടിവരൂ രാവിൽ നീ വാർമുടി പിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ വാർമുടി പിന്നി പൂക്കൊട ചാർത്തി ആടിടാം സഖിമാരെ ആടിടാം സഖിമാരെ ആടിടാം സഖിമാരെ ശങ്കരായ 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 മംഗളം ശങ്കരീ മനോഹരായ ശാശ്വത
सुदर्शनाय मङ्गलं सुदर्शाय मङ्गलं चन्दनाय मङ्गलं चिन्मयाय सन्मयाय तन्मयाय मङ्गलम् अचञ्चलाय मङ्गलम् अकिञ्चनाय मङ्गलं जगज्शिवाय मङ्गलं नमः शिवाय मङ्गलम् मङ्गलम् மஞ்சனத்தி மரத்து கட்ட மையர் வச்சு மைக்கி புட்ட நாட்டு கட்ட டவுனு கட்ட ரெண்டும் கலந்த செம கட்ட கையி ரெண்டும் உருட்டு கட்ட கண்ணு ரெண்டும் வெட்ட வெட்ட நெஞ்சுக்குள்ள ரத்தம் சொட்ட எதுக்கு வர கிட்ட சூரியன தேவையில்ல வித்துடலாமா ராத்திரிய மட்டும் இங்க வச்சுக்கலாமா திருப்பாச்சி மீசையில சிக்கிக்கலாமா நீயாச்சு நானாச்சு பாத்துக்கலாமா சில்லாக்ஸ் சில்லாக்ஸ் சில்லாக் சில்லாக் சில்லாக்ஸ் 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 சில்லாக் சில்லாக் சில்லாக்ஸ் மஞ்சனத்தி மரத்து கட்ட மையர் வச்சு மைக்கி புட்ட நாட்டு கட்ட டவுனு கட்ட ரெண்டும் கலந்த செம கட்ட கையி ரெண்டும் உருட்டு கட்ட கண்ணு ரெண்டும் வெட்ட வெட்ட நெஞ்சுக்குள்ள ரத்தம் சொட்ட எதுக்கு வர கிட்ட ஆடாடு ஆடாடு ஆடாடாடாடு ஆடம்மே ஆடம்மே ஆவில நல்லம்மே ஆடாடு ஆடாடு ஆடாடாடாடு ஆடம்மே ஆடம்மே ஆவில நல்லம்மே ஆடி കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ ആടി കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ അമ്മ ചോർന്നു വെക്കുമ്പോഴേ താളം പിടിക്കണണ്ട അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണണ്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്പേ ആടമ്പേ കാവില നല്ലമ്പേ കരിയൊത്തൊരു മെയ്യഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരു മെയ്യഴക് നീലമിഴിയഴക് നല്ല മാൺമിഴിച്ചേലിനാലേ കണ്ണാർ പാത്തനട്ട അമ്മ ചന്തത്തിൻ ചേലിനാലേ കാവു കഴിയണണ്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്പേ ആടമ്പേ കാവില നല്ലമ്പേ അരപ്പത്തിൻ ചേലിനാലേ അരക്കത്തരമണിയും അരപ്പത്തിൻ ചേലിനാലേ രക്തത്തരമണിയും അമ്മ ചെന്തോര തുന്തിനാലേ പുഞ്ചിരി പോകുമ്പോഴേ അമ്മ വാരി പുണരുമ്പോഴേ കണ്ണു നിറയണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്പേ ആടമ്പേ കാവില നല്ലമ്പേ വടക്കുന്ന് വന്നവളെ എന്റെ നല്ലച്ഛൻ പൊന്മകളെ വടക്കുന്ന് വന്നവളെ നല്ലച്ഛൻ പൊന്മകളെ നല്ല വാഴല കുമ്പിനാലേ കല്ല് തളിക്കുമ്പോഴേ എന്റെ ചേർത്ത പൂമുറ്റത്ത് വന്നു തെളിയണം ആടാട് ആടാട് ആടാടാടാട് ആടമ്പേ ആടമ്പേ കാവില
തേനലിക്കണ രാവ് രാവിലെ ചുട്ടിലെ മുത്തഴകുത്തൊരു മാല ചൂടണൊരോള് മരണിക്കൽവില് ആനന്ദ മുത്തുന്ന ജിഞ്ചിര മുഞ്ചുള്ള നാള് ഓളന്നപ്പത്തെ കിതാബിന്റെ ചുട്ടില് ഒന്നെഴുതുന്നൊരു രാവ് രാവോളാണേ രാവോളാണേ ഇൻസെന്നൂരിൽ നിന്നോരാണേ ഓരോരുത്തരും ഓരോരുത്തരും ആലങ്ങളിൽ നാനാതരം പഞ്ചത്തില് നാളത്തില് ഗാനത്തില് പാടുന്നൊരു ഓളത്തില് കൂട്ടായി പാടാനായി ആളുമ്പോ ഓളിനൊരു വ്യത്യാസവുമില്ലെന്നത് ഇങ്ങുള്ളൊരു കാലത്ത് കാണാനോ ഭാഗ്യമുള്ളത്. ഏലത്തിരി പുത്തിരി കത്തിച്ച കൽവിലെ തേനലിക്കണ രാവ് രാവിലെ ചുട്ടിലെ മുത്തഴകുത്തൊരു മാല ചൂടണൊരോള് മരണിക്കൽവിലെ ആനന്ദ മുത്തുന്ന ചെഞ്ചിര മുഞ്ചുള്ള നാള് ഓളുന്നപ്പത്തെ കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ് തങ്കക്കിനാവല്ലേ കാനോത്ത് രാവല്ലേ മലമാല ചൂടുന്ന മുഞ്ചുള്ള നാവല്ലേ മാവന്റെ കൽവില് തീയുന്ന മയ്യൽ ഒഞ്ചേറും ചേലുള്ള സൽക്കാര രാവല്ലേ ഒരുങ്ങിക്കോളി ഒഴുകിക്കോളി അലങ്കാരത്തിൽ ആടിക്കോളി മഞ്ഞച്ചിട്ട് ചോപ്പിച്ചിട്ട് കൽവിനുള്ളം വെപ്പിച്ചോളി നിക്കാഹത് പറയുന്നത് സമമെന്നത് താങ്ങുന്നത് തലക്കുള്ളിൽ വെളികുണ്ടിലാലോ ചോഞ്ഞുള്ളത് മാറിനിയിൽ കൊണ്ടൊരു പടപടപട അടിച്ചിരുന്നു അടുത്തൊരു പടപ്പാടൊരു മനുജാതി എന്നതിലാത്തിരി കുത്തിരി കത്തിച്ച കല്ലില് തേനലിക്കണ രാവ് രാവിലെ ചുട്ടിലെ മുത്തഴകുത്തൊരു മാല ചൂടുന്നൊരോള് മരണിക്കൽവിലെ ആനന്ദ മുത്തുന്ന ചെഞ്ചിര മുഞ്ചുള്ള നാള് ഓളുന്നപ്പത്തെ കിതാബിന്റെ ചുട്ടില് ഓനെഴുതുന്നൊരു രാവ്. കുറുവാലിക്കിളിയേ കൊക്കുരു ഗുരു ഗുരു കൂവിക്കുറുകി കുന്നിമരത്തേരുയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകിക്കുറുകി കൂട്ടുവിളിക്കുന്നേ കൊക്കുരു ഗുരു ഗുരു കൂവിക്കുറുകി കുന്നിമരത്തേരുയല്ലാടി കൂടുമൊരുക്കി കൂട്ടുവിളിക്കുന്നേ മാരൻ നിന്നെ കൂകിക്കുറുകി കൂട്ടുവിളിക്കുന്നേ തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ ഹോയ് തങ്കക്കൊലുസല്ലേ കുറുകും കുയിലല്ലേ മാരനുമയിലല്ലേ जिया जले जा जले नैनो तले धुआं चले रात भर धुआं चले जानू ना जानू ना जानू ना सके जिया जले जा जले ऐसी नजर से देखा उस जालिम ने चौक पर हमने कलेजा रख दिया चाकू की नोक पर. लड़के और लड़के कहाँ से आया है रे तू प्यारा है शक्ल से अकल का मारा है रे तू लड़के और लड़के कहाँ से आया है रे तू प्यारा है शक्ल से अकल का मारा है रे तू. हाँ चल गई मेरी बातों से तू चल गई हाँ खल गई तुझे खल गई मेरी बेपरवाही खल गई ओ तरवा तू किस खेत की मूली है जरा पता टीवी पे ब्रेकिंग न्यूज
डाले काला जादू नैना काले तेरे में हवाले हुआ सीने से लगा ले मैं तेरा ओ दोनों धीमे धीमे जले आजा दोनों ऐसे मिले सभी पे लागे ना तेरे ना मेरे पाँव रे मनवा लागे लागे रे सावरे ले तेरा हुआ जिया का ये गाँव रे तन तेरे के मन बह के तेरा कह के खुद को मेरे दिल की बात जाने कायनात तेरे दिल की खबर है बस मुझको रंग बिखरा सब निखरा जाए जिधर ये नैना मुझे खुद पे नाज हुआ पगला आज रहा अपने ही बस हूँ मैं ना मुझे बस कर लेना ना जा हंस कर लेना हुआ चारों ओर शहनाई शोर तू मेरी ओर चल निकला चढ़ी प्रेम लोर ओ दिल के जोर कर मेरी मुख दिखला
നിലവിന്റെ ശീതളമായ പുളിരും തുളുമ്പി ഞരമ്പിൽ സോവലധിക പിഴിഞ്ഞലകരി ചന്തം കാളിന്തിനാദം ഗോപി സംഗീതം നെഞ്ചം തേനോലും പോലെ രാധാസല്ലാപം നറുവെണ്ണയോടെ പ്രേമതാലം നിലാവിന്റെ ശീതളമായ പുളിരും തുളുമ്പി ഞരമ്പിൽ സോവലധിക പിഴിഞ്ഞലകരി ചന്തം കാളിന്റെ നാദം ഗോപി സംഗീതം മായാദേവകിക്ക് മകൻ പിറന്നേ, നല്ല മകൻ പിറന്നേ. منك نتعلم، انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. انت معلم واحنا منك نتعلم، انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. واللي خلاك ما يفهم يجي له يوم ويندم، واللي خلاك ما يفهم يجي له يوم ويندم. وما تسمع اللي يخدعك انت معلم، وما تسمع اللي يخدعك انت معلم. انت معلم واحنا منك نتعلم، معلم انت معلم واحنا منك نتعلم. نسكت وانت موجود ما نرضى نتكلم، نسكت وانت موجود ما نرضى نتكلم. معلم
وضرب لي إشارة تعرف نبض الحرارة وضرب لي إشارة تعرف نبض الحرارة انت في الحب عبارة خلينا كل حيارة انت عبارة خلي لا كل حيارة واللي خلاك ما يفهم يجي يوم ده باين واللي خلاك ما يفهم يجي له يوم ويندم او ما تسمع اللي يخدعك انت معلم او ما تسمع اللي يخدعك انت معلم انت معلم واحنا منك نتعلم والله انت معلم واحنا منك نتعلم نسكت وانت موجود ما نرضى نتكلم نسكت وانت موجود ما نرضى نتكلم I want you to all say it with me تستاهل طيارة لا طيارة شوية عليك تستاهل طيارة لا طيارة شوية عليك تطير انت في العالي ما نوصل لك يا غالي تطير انت في العالي ما نوصل لك يا غالي واللي خلاك ما يفهم يجي يوم تابعي واللي خلاك ما يفهم يجي له يوم ويندم وما تسمع اللي يخدعك انت معلم لا تسمع اللي يخدعك انت معلم طلعت معلم കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണി കളവാണി നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ തത്തമ്മേ നിന്റെ ഇടത്തെ കൺപുരികം തുടിക്കണുണ്ടോ നിന്റെ നെഞ്ചിനകത്തൊരു മോഹം മുളയ്ക്കണുണ്ടോ തത്തമ്മേ കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോൾ ആരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ കൂട്ടിനകത്തു കമഴ്ന്നു കിടന്നു മയങ്ങുമ്പോൾ ആരോ കുളിർന്ന കുന്നും ചെരുവിലിരുന്ന് വിളിക്കണുണ്ടോ കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൺ പൂവോ പെൺപൂവോ കല്യാണി കളവാണി മൈക്കുറുമ്പിയെ മേയ്ക്കും മൈക്കറുമ്പിയം പെണ്ണേ കാത്തു നിൽക്കാതെ എവിടെ പോയടി കണ്ണൻ മധുരിതു കാലവല്ലേ മധുരയ്ക്ക് പോയതല്ലേ മണിമയിൽ തീരിരണ്ടും മറന്നിട്ട് പോയതല്ലേ നറുവെണ്ണിലാവ് പോലെ നീ വിരിഞ്ഞു നിൽക്കയല്ലേ കമ്മലിന്മേൽ ഉമ്മ വെച്ചത് മിന്നലെ നിൻ കാന്തമണി കണ്ണിണയിലെ കനക വിളക്ക് കൊളുത്തിയതും മയങ്ങുന്ന നേരത്തിൽ നിൻ വാതിൽ മെല്ലെ ചാരിയതും മനസ്സിന്റെ മൺമുറിയിലെ മധുര തുകണയൊഴുകിയതും കണ്ടതാണ് പെണ്ണേ കൺകവർന്ന പെണ്ണേ പൂവണില്ല രാത്രി മുല്ലേ ഓ Oh
गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मसदाराध्याय गुरुपुत्रपरित्रात्रे गुरुपाखण्डखण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फाय गन्धमत्ताय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि എന്താണ്ട് മറന്നല്ല Thank you.
മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്ന തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും പതിനാലാം രാവിന്റെ പിറ പോലെ വന്നല്ലോ പനിനീരിൻ കടവത്ത് കുടമുല്ല പൂത്തല്ലോ മണിമുത്തും പൊന്നിന്റെ ഉടവാടും ഉണ്ടല്ലോ മരുഭൂവിൽ നിന്നല്ലോ സുൽത്താനും വന്നല്ലോ മുല്ലപ്പൂവിൻ ചേലൊത്ത് വെള്ളപ്പഞ്ഞി കുപ്പായം ചെല്ല കിണ്ണത്തിൽ മിന്നും പൊന്നിൻ നാണ്യങ്ങൾ പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട് ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വച്ചുന്നെ ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വച്ചുന്നെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കുടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് Oh Maria Pitache, 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 Maria Pitache, oh Maria Pitache, oh Maria Pitache, oh Maria Pitache.
Pitache, oh Maria 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 Pitache, Maria Pitache, oh Maria Pitache, oh Maria Pitache, oh Maria Pitache. വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക വെണ്ടയ്ക്ക സാമ്പാറില് കൈപ്പയ്ക്ക വെള്ളരിക്ക മണത്താൽ കൊതി പെരുകാൻ നെടുക്ക് പെരുങ്കായും മണത്താൽ കൊതി പെരുകാൻ നെടുക്ക് പെരുങ്കായും അവിയലിൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങാക്ക അവിയലിൽ പടവലങ്ങ മൂക്കാത്ത മുരിങ്ങാക്ക ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുലനെ ഊണ് കാലമായി ഉണ്ണാൻ വാ മച്ചുലനെ അയല പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് അങ്ങനെ ഒടുക്കം ഓലാഗ്രഹിച്ച് ആ ദിവസം വന്നെത്തി. 21-ാമത്തെ വയസ്സിൽ ഒരു സംരംഭം തുടങ്ങണം എന്ന് പറയുന്ന ഒരല്പം സാഹസം കലർന്ന ശ്രമത്തിന് ഉദ്യമിച്ചപ്പോൾ എൻ്റെ പേരൻസ് അവരുടെ പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ ആ പൈസ തരാനായിട്ട് അവർ കാണിച്ച ഒരു ധൈര്യം തന്നെയാണ് 25 വർഷക്കാലമുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഊർജം. അപ്പോൾ ഇനിയും ഒരുപാട് കാലം നമ്മളെ ലോകം അറിയുന്ന ഒരു നല്ലൊരു സ്ഥാപനമായി തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏകദേശം 1 ലക്ഷം വിദ്യാർത്ഥികളെ ഇവിടെ നിന്ന് പഠിപ്പിച്ചിറക്കി വ്യത്യസ്ത മേഖലകളിലേക്ക് പറഞ്ഞയക്കാൻ കഴിഞ്ഞു എന്ന് സോണി സാറെ കുറിച്ച് ചാരിതാർത്ഥ്യമുണ്ട്. ഏതോ സ്ഥലം ഗേട്ടിയൊന്നും അറിയണ്ട വന്നല്ലേ? അല്ല, ഈ സ്ഥലത്തിനൊരു പേരുണ്ടാവല്ലോ. പേരുണ്ടല്ലോ. എന്താടാ നിനക്ക് ബോറടിച്ച? നിനക്ക് മാസാണ് വേണ്ടത്. മ്യൂസിക് പഠനത്തോടൊപ്പം ജോലിയും ലഭിക്കുവാൻ സ്കിൽ സെന്റർ പവർട്ടി